പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. എൻ്റെ തൊട്ടുപുറകിലായിട്ട് കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഇത് ഒരു സമൂഹ നോമ്പുതുറയായിരിക്കും എന്ന് മാന്യ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. എന്തായാലും മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി തവളഞ്ചനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നോമ്പുതുറയാണ്. നോമ്പുതുറ മാത്രമല്ല, നമുക്ക് പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന, മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ധാരാളം കാര്യങ്ങൾ നമുക്കിതിലൂടെ പങ്കുവെക്കാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എൻ്റെ തൊട്ടുപുറകിലായിട്ടുണ്ട്. ഇനി അവരുമായിട്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് അസറ്റ് അല്ലേ? അപ്പോൾ അസറ്റിന്റെ പ്രസിഡന്റ് ആണോ നിങ്ങൾ? നിങ്ങളെ ബന്ധപ്പെട്ട ആളുകളാണ് ചുറ്റുവട്ടത്ത് നിൽക്കുന്നത്. എന്താണ് അസറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ? അസറ്റ് കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട രോഗികളെ സഹായിക്കുക എന്നുള്ളതാണ്. 4 വർഷമായിട്ടുള്ളൂ ഞങ്ങളിവിടെ തുടങ്ങിയിട്ട്. അപ്പൊ അതിന് ആ സമയം കൊണ്ട് ഒരുപാട് ആളുകളെ, പാവപ്പെട്ട രോഗികൾ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കിഡ്നി, മറ്റേ ഡയാലിസിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പണമായിട്ടാണ് അധികം ആളുകൾക്കും കൊടുക്കുന്നത്. സാമ്പത്തിക സഹായം അത് ഒരുപാട് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ പിന്നെ നമ്മള് ഒന്നിച്ചുള്ള കൂട്ടായ്മ, ഈ നോമ്പ് തുറന്ന് പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്, മുതിർന്നവരും ചെറുപ്പക്കാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരുമിച്ചുള്ള തീരുമാനം, ആ ഒരു മനസ്സാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വിജയിക്കാൻ. ഒരു ബിരിയാണി ചാലഞ്ച് ഇവിടെ നടത്തി, അതിനും എല്ലാവരും സഹായങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ നമ്മളിവിടെ ക്യാമറ, അത് സിറ്റി ആ ക്യാമറ വെച്ചു. ആ ക്യാമറയിൽ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. ആ പരിപാടി സമയത്ത് സ്വർണം കളവ് പോയിട്ട് അത് ഞങ്ങള് ക്യാമറ നോക്കി പിടിച്ചിട്ട് പാലക്കാട് ജില്ലയിൽ പോയിട്ട് രാത്രി ആളെ കണ്ടെത്തി പിടിച്ച് ആ സാധനങ്ങൾ 6 പവനുണ്ടായിരുന്നു. 6 പവനും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അത് ഞങ്ങളുടെ തുടക്കമാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ അതേപോലെ നമ്മളിവിടെ സ്പീഡ് ലിമിറ്റ് അവിടെ ഇവിടെയൊക്കെ കൽപ്പകഞ്ചേരി മദ്രസ സ്കൂളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിവിടെ സ്പീഡ് ബോർഡ് വെച്ചു. അപ്പൊ അത് 2ാമത്തെ പ്രവർത്തനമായി മാറി. പിന്നെ 3ാമത്തേതായിട്ടാണ് ഇപ്പൊ ഈ അസറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ്. അത് ഒരുപാട് പൈസകൾ അതിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്. അതിനനുസരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ചാണ് ഇപ്പൊ ഈ നോമ്പ് തുറക്കും ഇവിടുത്തെ ചെറുപ്പക്കാരാണ് മുന്നിൽ ഇറങ്ങിയിട്ടുള്ളത്. അതിന്റെ ഓഫീസാണ് ഇന്നിവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സഭാഹ് ഉദ്ഘാടനം ചെയ്തു. അതിൽ സാധനങ്ങൾ വെക്കാനുള്ള ഒരു വീട്ടിലായിരുന്നു വെച്ചിരുന്നത്, ഓഫീസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അത് ഇപ്പൊ ഓഫീസിലേക്ക് മാറ്റി സാധനങ്ങളെല്ലാം റെഡിയാക്കി. ഇനിയിപ്പോ ഒരു 50,000 രൂപന്റെ ഒരു ഓഫർ ചെയ്തിട്ടുണ്ട്. 50,000 രൂപന്റെ കുറച്ച് സാധനങ്ങൾ. അതൊക്കെ വെക്കാനുള്ള സ്ഥലമാണ് ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പൊ അതെല്ലാം ആയി. ഇപ്പൊ അത് പിന്നെ പുറത്ത് കുറച്ച് ആളുകൾക്ക് ഒരു 3-4 വീൽ ചെയർ പുറത്താണ് ആളുകൾക്ക് കൊടുത്തതാണ്. ഒരു കട്ടില് കൊടുത്താണ്. അതൊക്കെ തിരിച്ചു വരുമ്പോ ഓഫീസിൽ കൊടുക്കും. ശരി. ഇനി അടുത്തൊരാള്, ഈ ഒരാളെ നമ്മൾ പരിചയപ്പെടേണ്ടത്, അതാണ് എന്റെ അടുത്ത് തന്നെ വന്നത്. അതായത് നമ്മളെ ആരോഗ്യം ഇപ്പൊ ജീവിതത്തിൽ തളർന്നു പോയ ആളുകളെ അവർക്ക് സപ്പോർട്ടിംഗ് ആയിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അസറ്റിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ തളർന്നു പോകാതിരിക്കാനുള്ള ചില കാരണങ്ങളുണ്ട് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമുക്ക് മോട്ടിവേറ്റർ ആയിരിക്കുന്ന, സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്കായുള്ള കോച്ചിങ്, അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു കോച്ചിങ്, എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ എന്ത് ചെയ്യണം, പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചും കൂടി നീങ്ങിക്കി. അപ്പോൾ നമ്മളൊരു സുഹൃത്തും കൂടിയാണ്. പല കാര്യങ്ങളും ഞങ്ങൾ ഏകദേശം ഒരു മേഖലയിലാണെങ്കിൽ എന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളും കൂടിയാണ്. ഞാൻ എപ്പോഴും എന്താ പറയുക, കൗതുകത്തോടെ നോക്കിക്കുന്ന ഒരാളും കൂടിയാണ്. മൂപ്പര പ്രവർത്തനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സഭാവിനെ പറ്റി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടൊരു കേന്ദ്രം പേഴ്സണലായിട്ട് പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതി. അപ്പൊ മൊത്തത്തില് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് നേരത്തെ കടമാറ പിടിച്ച കാര്യങ്ങളായിരിക്കാം എല്ലാ കാര്യത്തിലും അലേർട്ടാണ്. ഇപ്പൊ തവളഞ്ഞില സിറ്റി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും അലേർട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ ഒക്കെ സഹകരണങ്ങൾ ഉണ്ടാവണം. ലത്തീഫിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹകരണങ്ങളുണ്ട്. താങ്ക് യു. ഈ ഒരു കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഇപ്പൊ നിങ്ങൾ സംസാരിച്ച കാര്യത്തില് നമ്മളെ ഒരല്പം ആ മേഖലയിൽ പരിചയം ഒരാളെന്നുള്ളത്, അത് മൂപ്പരോടല്ല നിങ്ങളോടാണ്. അതായത് നമ്മൾ ഈ നടക്കുക, ഓടുക എന്നുള്ളതൊക്കെ നോർമലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വ്യായാമമാണ്. പക്ഷെ ആയോധന കലയിലൂടെ വരുന്നുള്ള വ്യായാമങ്ങൾ പൂർണ്ണമായും ശാസ്ത്രീയമായിട്ട്, ഇപ്പൊ പറഞ്ഞല്ലോ, വ്യായാമം മാത്രം പോരാ, അതനുസരിച്ചുള്ള ഭക്ഷണങ്ങളും കൂടി. അപ്പോൾ ഈ ശാസ്ത്രീയമായ വ്യായാമത്തിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കിട്ടാനുള്ള സൗകര്യമാണ് എന്ത് ചെയ്യുന്നത് മൂപ്പരെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു സംഭവമാണ്. കാരണം ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ നേടിയെടുക്കുന്നത്. വളരെ സിമ്പിളൊന്നുമല്ല. കാര്യം ആ മേഖല പരിചയമുള്ള ഒരാളെന്ന് നൽകി ഒരുപാട് കഠിനാധ്വാനം, ഒരുപാട് പ്രയാസങ്ങളൊക്കെ ചെയ്തിട്ട് നേടിയെടുത്ത അറിവിനെ
സ്വന്തം നാടിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് സമർപ്പിക്കണം പ്രായനാൾക്ക്. അപ്പോൾ എന്തുകൊണ്ടും അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ്. ഒത്തിരി കാര്യങ്ങൾ ഈ സമൂഹത്തിന് മാതൃകയാകുന്ന പ്രവർത്തനം ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ ഈ നടത്തം വോട്ടൊന്നും പരിചയമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ കാണും പരിഹസിക്കുന്ന ഒരു കാലം. ആ കാലത്തും ഗൾഫിൽ നിന്ന് വന്നാൽ ഉത്തരത്താഴ് ഇവന്റെ സീഡ് കൂടെ ഓടുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അബുദാബിയിൽ വിസിറ്റ് ഓടും. അപ്പൊ എന്തായാലും ഒരു കാര്യം നമ്മൾ കൺഫേം ആണ്, നമുക്ക് ഇനി വേഴാമില്ലാതെ മുന്നോട്ട് പോകാം. അതിപ്പോ മാഷ് ക്ലാസ് എടുക്കുന്ന സമയത്ത് മുഴുവൻ പറയുന്നുണ്ട്, ഭക്ഷണത്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിലിപ്പോ ഒരു 65 വയസ്സായ ഒരാളിപ്പോ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ആ ആള് പിന്നെ നടക്കാൻ അതിർമട വരെ നടക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു. അയാളിപ്പോ പുകഞ്ചന വരെ നടക്കും, അവിടുന്ന് ഇങ്ങോട്ടും നടത്തുമാണെങ്കിൽ ഓടാനും തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട് അയാള്. അപ്പൊ അത് ഇതിന്റെ ഒരു തീർച്ചയായിട്ടും നല്ലൊരു അടയാളം. മാനസികമായിട്ട് തളർന്നു പോകുന്ന ഒരു സമയമുണ്ട്. നമുക്കൊരു 50-60 വയസ്സാകുമ്പോൾ നമുക്ക് ഏകദേശം സമയമായിരുന്നത് ആ തളർച്ചയാണ് നമ്മൾ വീണ്ടും തളർന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് മോട്ടിവേറ്റ് ആയി നിൽക്കുന്ന, നമുക്ക് പ്രോത്സാഹനമായിട്ട് നേരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു പരിധി വരെ മാറിക്കാൻ സാധിക്കും. എന്തായാലും ഒരുപാട് വിശദമായ കാര്യങ്ങൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും പ്രേക്ഷകരിലേക്ക് 4 ലക്ഷം രൂപ വില ഞങ്ങളോട് തരാം. പിന്നെ 4 ലക്ഷം എത്ര എങ്ങനെ പറഞ്ഞു 4 ലക്ഷം രൂപ 4 ലക്ഷം രൂപ വില വരുന്ന സൈറ്റാണ് കൊടുത്തത്. സ്ഥലം അപ്പൊ എന്തായാലും തവളങ്ങന വലിയൊരു സംഭവം തന്നെയാണ്, നിസ്സാരമല്ല. ഒരുപാട് കാര്യങ്ങൾ മാതൃകയാണ്. പലയിടത്തും പല പല നന്മകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രോഗികളെ സഹായിക്കണം. ആ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് എനിക്കൊരു പ്രത്യേകമായി തോന്നിയൊരു കാര്യം ഇദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനമാണ്. നോക്കുമ്പോഴൊക്കെ റെഡി നമുക്ക് പലതും കാണാൻ പറ്റും. പക്ഷെ സ്വന്തം സമൂഹത്തെ, സ്വന്തം നാട്ടിലെ ഗ്രാമത്തിലെ ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി 3 വയസ്സ് മുതൽ 75-80 ആയോധനകൾക്ക് പ്രായമില്ല എന്നാ പറയാ. പിന്നെ എല്ലാത്തിലും ഈ തവളഞ്ഞ സിറ്റി കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് അസറ്റ്. അതെ ഈ അസറ്റ് കാരുണ്യപ്രവർത്തനം മാത്രമല്ല ചെയ്തിട്ട് മോട്ടിവേഷൻ, അതുമാതിരി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ +2 SLC വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് കൊടുത്തു, പാരിതോഷികം കൊടുത്തു. പിന്നെ നമ്മളെ കുറച്ച് മുതിർന്നവരെ 16 മേലുള്ള പിന്നെ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ടൂർ നടത്തി. അങ്ങനെ നമ്മളെ പ്രസിഡന്റും മറന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ കൊണ്ട് കിട്ടുന്ന ഗുണം എന്താ വെച്ചാൽ ഈ പ്രായം ആളുകൾക്ക് മാനസിക സമ്മർദ്ദം പിരിമുറുക്കുന്നൊക്കെ റിലാക്സ് കിട്ടും. ഈ പ്രദേശത്ത് മെയിൻ പ്ലസ് പോയിന്റ് എന്താ വെച്ചാല് യുവാക്കള് ഒരു കാര്യം ഒരാൾ മുന്നിട്ട് ഇറങ്ങിയാൽ, മുഹമ്മദ് ആര് ബിജുക്ക് ആര് മുതിർന്ന ഒരാൾ ഇറങ്ങിയാൽ അതിന്റെ കൂടെ എല്ലാവരും സപ്പോർട്ട്. ഒരു കാര്യം കൂടി രാഷ്ട്രീയല്ല, മതല്ല, അതിൽ വേർതിരിവില്ല. ഈ രാജ്യത്ത് ഒരിക്കലും ഇന്ന് വരെ ഞങ്ങൾ പള്ളിയാണെങ്കിലും ശരി, ഒരു ഗ്രൂപ്പീസായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ആരും വേർതിരിയുന്നു. എല്ലാവരും ഒരുമിച്ചാണ് എല്ലാ കാര്യത്തിലും നിന്നിട്ടുള്ളത്. നാടിന്റെ നന്മയായ പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടാണ് ഈ തവളഞ്ചൽ ഇത്രയും വിജയിക്കാൻ കാരണം. അതുപോലെ നമ്മുടെ ഈ ഡിസ്പെൻസറി എന്നുള്ളത് നമുക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഉറപ്പായി. കാരണം സഭ എന്ന് വെച്ചാൽ നമ്മള് പറഞ്ഞാൽ നമ്മുടെ കൽപ്പഞ്ചേരി പഞ്ചായത്ത് 1940 രൂപം കൊണ്ടാണ്. അത് മുതൽ 10-17ഓളം പ്രസിഡന്റ്മാർ വന്നത്. അതിൽ ഏറ്റവും ചെറുപ്പക്കാരനായ പ്രസിഡന്റാണ്. തീർച്ചയായിട്ടും. പിന്നെ ഒരുപാട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൂടി ചെലവഴിച്ച് പരിചയമുള്ള ഒരു കുടുംബത്തിലാണ് നമുക്ക് പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ സെക്രട്ടറി നമുക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ ഈ സ്വപ്നം ഉണ്ടല്ലോ, സ്വപ്ന പദ്ധതി ഡിസ്പെൻസറി എന്നുള്ളത് ഹൈവേന്ന് വെറും 1/2 കിലോമീറ്റർ ഇല്ല, കൽപ്പഞ്ചേരിന്റെ എല്ലാ ഭാഗത്തുനിന്നും എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നുള്ള പൂർണ്ണ ഉറപ്പുണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ നമ്മൾ സംഭവം, പിന്നെ ചെറുക്കായ സെറ്റ് ഉണ്ട്, നമ്മളെ സിറ്റി കൂട്ടായ്മ ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് ഞങ്ങളെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കും എന്നുള്ള സത്യത്തിൽ ഈ 3 വയസ്സുള്ള കുട്ടികൾ പറഞ്ഞല്ലോ, ആ കുട്ടികളൊക്കെ ഈ പറയുന്ന കുട്ടികളും ഇവരെല്ലാവരും നമ്മളെ ഈ പറയുന്ന എല്ലാത്തിലും ഇൻവോൾവ് ആണ്. നമ്മുടെ രക്ഷിതാക്കൾ ഒരു കാര്യം നാട്ടുകൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ പ്രസിഡന്റ് ആവണ്ട, തോടിനൊന്നും ഞാൻ പ്രസിഡന്റ് ആവണമെന്നില്ല. അത് ആരായാലും റോഡും തോടൊക്കെ ഉണ്ടാവും, അതൊരു വിഷയം തന്നെയല്ല. അപ്പൊ ഞാൻ പ്രസിഡന്റ് ആയിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് ഇങ്ങനത്തെ രോഗികളെ സഹായിക്കാം, അതേപോലെ ഇങ്ങനത്തെ പിന്നെ ഈ ചാരിറ്റി പ്രവർത്തനമാണ് കൂടുതൽ അയാള് താല്പര്യം കൊണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇക്ബാല് പറഞ്ഞതുപോലെ ഒരു 100% ഇത് വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ ശരി.